കഴിഞ്ഞൊരു 50 വർഷമായിട്ടും ഈ പഞ്ചായത്തിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരാണ് ഞങ്ങൾ. വീട്ടിലെല്ലാവരും ഈ പാർട്ടിയിലെ തന്നെ തുടരുന്നവരായിരുന്നു, LDF-ൽ. പക്ഷെ എന്നിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കേണ്ടായിട്ടില്ല. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ലഭിക്കാതെ അത് വളരെ കുറവാണ്. പഞ്ചായത്തിൽ ഒരു വികസന കാര്യങ്ങൾ എങ്ങനെയാണ്? വികസന കാര്യങ്ങൾ ഇവിടെ പഞ്ചായത്തിനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഫണ്ട് കുറവാണെന്നാണ് അവർ മിക്കതും പറയുന്നത്. പിന്നെ അത്യാവശ്യം ഫണ്ടൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ കെട്ടിടങ്ങളും പുതിയ പുതിയ വ്യവസായങ്ങളും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതൊക്കെ ബേസിക്കലി ഇവിടെ വളരെ കുറവാണ്. അതൊക്കെ വർദ്ധിച്ചു വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഭരണപക്ഷക്കാരികളെ കൂടുതൽ ചെയ്യാൻ പറ്റുക, പക്ഷെ അവർ ചെയ്യുന്നില്ലെങ്കിലും അവരെ ജയിച്ച മെമ്പർമാരൊക്കെ ഇപ്പം ഇവിടുത്തെ LDF മെമ്പറാണ് ജയിച്ചതെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് BJP മെമ്പർമാർ, പുറത്തുള്ള മെമ്പർമാർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ. ഈ വെള്ളം കയറിയാൽ അവരിവിടെ അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീട് വെള്ളത്തിൽ വീണ് പോയി, അവരൊന്നും ഒരു മെമ്പർമാർ അവിടെ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ അവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് BJP മെമ്പർ അവരൊക്കെ വന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട്. അവരൊക്കെ തഹസിൽദാരെ കൊണ്ടുവന്നു, വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്നു ഇങ്ങനെ പറയാം. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യാനും അവർ സമ്മതിക്കില്ല. ഇപ്പം ഞാൻ തന്നെ എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ലൈസൻസിന് പോയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ ഒരു വികസനം നടത്താനും അവർ സമ്മതിക്കില്ല. സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്താന്നുള്ളതല്ലാതെ പഴയ ഉണ്ടായിരുന്ന അതെ CPM തന്നെയാണ്. ഒന്നാമത് അറിവില്ലായ്മയാണ് എന്ന് പറയാം. ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിവില്ലായ്മയാണ് ഇവരെ ഏറ്റവും വലിയ പ്രശ്നം. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ പടിയൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലാണെന്നുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJP ഇവിടെ പ്രതിപക്ഷത്തെത്തിയ ഒരു പഞ്ചായത്താണ്. ഇത്തവണ അധികാരം പിടിക്കുന്നതിനായിട്ടുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് ഇവിടെയുള്ള BJPയുടെ പ്രവർത്തകർ. അതോടൊപ്പം തന്നെ LDF ആണ് നിലവിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP പ്രവർത്തകർക്കുപരിയായിട്ട് ഇവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ ഒരു പഞ്ചായത്തിൽ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ LDF തന്നെ ഭരണ തുടർച്ച കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളത് നമുക്കിവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ പേര് അനിൽ. ചേട്ടൻ ഈ പടിയൂർ പഞ്ചായത്തിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ്? ഞാൻ ജന്മം മുതൽ ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വന്നു നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ഈ പടിയൂർ പഞ്ചായത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? ഈ പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ ഇവിടെ വളരെ കാലങ്ങളായിട്ട് LDF ഭരിക്കുകയാണ്. ഒരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടില്ല. ഉദാഹരണത്തിന് 2 മഴ പെയ്താൽ മതി, ഈ ഗ്രാമം മുഴുവൻ മുങ്ങും. അതുകൊണ്ടൊരു മാറ്റം വരുത്താനോ അല്ലെങ്കിൽ വല്ല വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനം നടത്താനോ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. വെറുതെ ഇടയ്ക്ക് ഇങ്ങനെ അവർ വന്നു പോവുക എന്നല്ലാണ്ട് ഒരു വ്യത്യാസം ഈ പഞ്ചായത്തിൽ വരെ എൻ്റെ അനുഭവം കൊണ്ട് സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കെട്ടിയറ ഒരു ചെറിയുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ നാൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ തന്നെ ഒരു കെട്ടൊക്കെ കെട്ടി കോൺട്രാക്ട് കൊടുത്ത് അയാളെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക കൈക്കൂലിമ നടക്കുന്ന ഒരു കോൺട്രാക്ടറാണ്. അത് ഇതിപ്പോൾ നശിച്ചത്. ഇപ്പോൾ രണ്ടാമത് നാലമ്പലമൊക്കെ വന്നപ്പോൾ പ്രശ്നമായി. അപ്പോൾ അവിടെ എന്തൊക്കെ സമരമൊക്കെ എന്തോ BJPക്കാർ സമരമൊക്കെ ചെയ്ത് എന്തൊക്കെ വീണ്ടും ഇതായിട്ടുണ്ട്. പക്ഷേ ഈ നാലമ്പല ദർശനം നടക്കുന്ന ഒരു ക്ഷേത്രം ഈ പടിയൂർ പഞ്ചായത്തിലാണല്ലോ. അതെ, പടിയൂർ പഞ്ചായത്തിലല്ല, പടിയൂർ പഞ്ചായത്ത് വഴിയാണ് ഈ 2 അമ്പലങ്ങളിലേക്കും പോകുന്നത്. ആ ഒരു കെട്ടാണ് താർന്നു പോയിട്ട് അതുപോലും ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭരണമാണ് കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പോഴും ഒരു മാറ്റം എന്തായാലും വരണം, അല്ലാണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഭരണം മാറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് BJP ആണല്ലോ. BJPയുടെ ഒരു പ്രവർത്തന കാര്യങ്ങൾ സംതൃപ്തരാണോ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാവുന്നവർ ചെയ്യുന്നുണ്ട്. കാരണം ഭരണപക്ഷക്കാരികളെ കൂടുതൽ ചെയ്യാൻ പറ്റുക, പക്ഷെ അവർ ചെയ്യുന്നില്ലെങ്കിലും അവരെ ജയിച്ച മെമ്പർമാരൊക്കെ ഇപ്പം ഇവിടുത്തെ LDF മെമ്പറാണ് ജയിച്ചതെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് BJP മെമ്പർമാർ, പുറത്തുള്ള മെമ്പർമാർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ. ഈ വെള്ളം കയറിയാൽ അവരിവിടെ അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീട് വെള്ളത്തിൽ വീണ് പോയി, അവരൊന്നും ഒരു മെമ്പർമാർ അവിടെ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ അവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് BJP മെമ്പർ അവരൊക്കെ വന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട്. അവരൊക്കെ തഹസിൽദാരെ കൊണ്ടുവന്നു, വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്നു ഇങ്ങനെ പറയാം. ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്താണ് ഈ ഒരു പഞ്ചായത്ത്? കോൺഗ്രസ് ഒരു കാര്യമില്ലാത്ത രീതിയിലായി. 2 സീറ്റ് അവർ ജയിച്ചെങ്കിൽ ഒരു ഭാരവുമില്ല. ഇപ്പം അതിന് കാര്യം കഷ്ടപ്പൊക്കെ തന്നെ. ഇപ്പോൾ ഈ നിലയ്ക്ക് പോകണമെങ്കിൽ BJP വന്നാലേ ഇനി പ്രതീക്ഷയുള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിച്ച സമയത്ത് എങ്ങനെയായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? അല്ല, അവിടെ അങ്ങോർക്ക് വളരെ ഒരു ജനപ്രാതിനിധ്യം ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എന്ത് കാര്യങ്ങളും എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. മറ്റിപ്പോൾ ഇവിടെ നിന്ന് ജയിച്ചു പോയ ജില്ലയുടെ MP മാരൊന്നും ഒരു ഉപകാരവും ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ മുഖം തിരിച്ച് നിൽക്കാറില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു വരാറുണ്ട്. അതിൻ്റെ അടുത്ത് ജനങ്ങൾക്ക് എതിർപ്പൊന്നും അദ്ദേഹത്തിനോട് വരാൻ വഴിയില്ല. അപ്പോൾ ഈ പടിയൂർ പഞ്ചായത്തിൽ LDFന്റെ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുകയാണ്? അത് ഉറപ്പാണെന്ന് തോന്നുന്നുണ്ട്. ഈ നിലയ്ക്ക് പോയാൽ ഒരു സംശയവുമില്ല.
ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? അപർണ. എന്താ ചെയ്യുന്നത്? ഞാൻ CSE വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോ പടിയൂർ പഞ്ചായത്തിലെ താമസക്കാരിയാണ്. അതെ അതെ, പടിയൂർ. എത്ര വർഷമായിട്ട് താമസിക്കുന്നത്? ജനിച്ച മുതൽ ഇവിടെ തന്നെയാണ്. ചേച്ചി, ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ. ഇവിടുത്തെ നിലവിലെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. അവരുടെ ഒരു ഭരണത്തിൽ സംതൃപ്തരാണോ നിങ്ങളെല്ലാവരും? കഴിഞ്ഞ ഒരു 50 വർഷമായിട്ടും ഈ പഞ്ചായത്തിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരാണ് ഞങ്ങൾ. വീട്ടിലെല്ലാവരും ഈ പാർട്ടിയിലെ തന്നെ തുടരുന്നവരായിരുന്നു, LDF-ൽ. പക്ഷെ എന്നിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കേണ്ടായിട്ടില്ല. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ലഭിക്കാതെ അത് വളരെ കുറവാണ്. പഞ്ചായത്തിൽ ഒരു വികസന കാര്യങ്ങൾ എങ്ങനെയാണ്? വികസന കാര്യങ്ങൾ ഇവിടെ പഞ്ചായത്തിനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഫണ്ട് കുറവാണെന്നാണ് അവർ മിക്കതും പറയണത്. പിന്നെ അത്യാവശ്യം ഫണ്ടൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കെട്ടിടങ്ങളും പുതിയ പുതിയ വ്യവസായങ്ങളും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതൊക്കെ ബേസിക്കലി ഇവിടെ വളരെ കുറവാണ്. അതൊക്കെ വർദ്ധിച്ചു വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നിലവിൽ CPM തന്നെയാണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത്. അങ്ങനെ CPM സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് ഒരു പഞ്ചായത്തിന്, അവർ ഭരിക്കുന്ന പഞ്ചായത്തിന്റെ അവസ്ഥ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വരണ്ടല്ലേ? അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്ന് കാണുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം കാണുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം ഞങ്ങളുടെ പഞ്ചായത്തിന് ഇങ്ങനെ ലഭിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴതൊരു ഗ്രാമീണമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് മുഴുവൻ സ്ഥലങ്ങളും. അതെ അതെ അതെ, വളരെ ഗ്രാമപ്രദേശമാണ്. ഇപ്പോൾ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJP പ്രതിപക്ഷത്തെത്തിയൊരു പഞ്ചായത്ത് കൂടിയാണ്. BJP എന്നോട് പ്രതിപക്ഷമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് BJP എന്ന് പറയുന്ന പാർട്ടിയോട് നിങ്ങളൊരു അഭിപ്രായം എന്താണ് നിലവിലെ ഒരു അവസ്ഥയിൽ? ബേസിക്കലി BJP-യിലെ പല മെമ്പർമാരും എനിക്ക് പേഴ്സണലി പരിചയമുള്ളവരാണ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരാണ്. അവരുടെ വർക്കും എല്ലാ കാര്യങ്ങളും ഏതൊരു അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിളിച്ചാലും ഓടി വരാനും എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും അവർ വളരെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് നമ്മളുടെ എല്ലാ ഹെൽപ്പുകളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. വാർഡ് തലത്തിൽ അന്വേഷിച്ചാൽ ഇപ്പോൾ പാർട്ടി ആയാലും പാർട്ടിപരമല്ലാതെ ആയാലും എന്തൊരാവശ്യത്തിനായാലും അവർ 100% നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി എന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം അത് ഇവിടെ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് വോട്ടിംഗ് ശതമാനത്തിൽ BJP-യെ സംബന്ധിച്ച്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം വന്നത്? അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി എല്ലാവരും, പ്രത്യേകിച്ച് അമ്മമാരും മറ്റുള്ളവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. അതായിരിക്കും അവരങ്ങനെ വോട്ട് ചെയ്തതും ജയിക്കാൻ കാരണമായത്. സ്ത്രീജനങ്ങളുടെ ഒരു സ്വാധീനം എങ്ങനെയായിരുന്നു ആ ഒരു സുരേഷ് ഗോപിയുടെ വിജയത്തിൽ? വളരെയധികം ഉണ്ടായിട്ടുണ്ട്. കാരണം ശബരിമല വിഷയം പോലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ സ്ത്രീകളായിരുന്നു കൂടുതലും സപ്പോർട്ടീവായി വന്നിരുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ജയിക്കാൻ അത് വളരെ ഒരു കാരണമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ പടിയൂർ പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാഹചര്യമുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭരണമാറ്റം വന്നാൽ തന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൂട്ടർ തന്നെ ഭരിച്ച് വരുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ലെന്ന് വരെ. അപ്പൊ ഒരു മാറ്റം ഉണ്ടായാൽ പുതിയ പുതിയ മേഖലകളിലേക്ക് വികസനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? ബൈജു. ഈ പടിയൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന ആൾ തന്നെയല്ലേ? അതെ അതെ. എത്ര വർഷമായിട്ട്? ജനിച്ചപ്പോൾ തൊട്ട് ഇവിടെ തന്നെയാണ്. എന്താണ് ഈ ഒരു പഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? BJP കഴിഞ്ഞ വട്ടം പ്രതിപക്ഷത്ത് എത്തിയൊരു പഞ്ചായത്ത് കൂടിയാണ്. ഭരണമാറ്റത്തിനുള്ള സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? കോൺഗ്രസ് ഒരിക്കലും മുന്നോട്ട് വരാനുള്ള സാധ്യതയില്ല. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്തായിരുന്നത് BJP ആണ്. ഇപ്രാവശ്യം എന്തായാലും BJP ഭരണം പിടിക്കുന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ LDF-ന്റെ ഒരു ഭരണത്തിലെ ഒരു പോരായ്മകളും അതോടൊപ്പം തന്നെ ഗുണങ്ങളും എന്തായിട്ടാണ് കാണുന്നത്? LDF-ന്റെ ഭരണത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ഇപ്പോൾ ഞാൻ കാക്കത്തുരുത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ കാക്കത്തുരുത്തിൽ തന്നെ പുളിങ്കെട്ട് കെട്ടുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പുളിങ്കെട്ട് കെട്ടിയിട്ട് ഏകദേശം 365 ദിവസവും വെള്ളം നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് അവിടുത്തെ പറമ്പുകളിലെല്ലാം. ഒരുവിധം ആൾക്കാരൊക്കെ ഈ 365 ദിവസം വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പരാതി പറയുകയും കാര്യങ്ങൾ ചെയ്തെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് അതിനുവേണ്ടി അവർക്ക് നിൽക്കാനുള്ള നേരമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ മാത്രം, പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ അവർക്ക് നേരമുള്ളൂ. അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ അവർക്ക് നേരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്തായാലും BJP അധികാരത്തിൽ വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJP പ്രതിപക്ഷം എത്തുകയും അതോടൊപ്പം തന്നെ CPM അവരുടെ രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങൾ അതേപടി നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. CPM-ന് പരമ്പരാഗതമായിട്ട് മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ അവർക്ക് വലിയ സ്വാധീനമുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് പടിയൂർ. പക്ഷേ സുരേഷ് ഗോപി പാർലമെന്റ് ഇലക്ഷന് മത്സരിച്ച സമയത്ത് ഈ പല സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ സ്വാധീന മേഖലകളിൽ പലതിലും വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കാണുന്നു ഈ ഒരു മാറ്റത്തെ? ആ ഒരു മാറ്റം പഞ്ചായത്ത് ഇലക്ഷനിലും BJP-ക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ
ഇടതുപക്ഷത്തിന് ഇത് സ്വാധീനം കിട്ടിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വെച്ചാൽ അന്നും അവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വോട്ട് കൂട്ടിക്കൊണ്ട് പോയത് BJP തന്നെയാണ്. കോൺഗ്രസിന് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. അതുപോലെ തന്നെ സുരേഷ് ഗോപി ജയിച്ച ആ സമയത്ത് എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ സുരേഷ് ഗോപിക്കാണ് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരുവിധം എല്ലാത്തിലും BJP ആണ് ജയിക്കാൻ സാധ്യത കൂടുതൽ. ഇപ്പോൾ എത്ര വർഷങ്ങളായിട്ട് ഇവിടെ LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്? ഏകദേശം 50 വർഷത്തോളമായിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഒരു പ്രവർത്തന രീതി നോക്കുമ്പോൾ പഞ്ചായത്തിന്റെ ഒരു വികസനം എങ്ങനെയാണ്? വളരെ മോശം. ഗ്രാമീണാവസ്ഥ തന്നെയാണോ? ഗ്രാമീണാവസ്ഥ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ചെയ്യാനും അവർ സമ്മതിക്കില്ല. ഇപ്പം ഞാൻ തന്നെ എനിക്കൊരു ബിസിനസ് ഉണ്ട്. അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ലൈസൻസിന് തന്നെ പോയിട്ട് പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് അവിടെ ഒരു വികസനം നടത്താനും അവർ സമ്മതിക്കില്ല. സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്താന്നുള്ളതല്ലാതെ പഴയ ഉണ്ടായിരുന്ന അതെ CPM തന്നെയാണ്. ഒന്നാമത് അറിവില്ലായ്മയാണ്. എന്തു പറയാം, ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിവില്ലായ്മയാണ് ഇവരെ ഏറ്റവും വലിയ പ്രശ്നം. അത് BJPക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? 100% BJPക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യത. സ്ത്രീജനങ്ങളുടെ ഒരു വോട്ട് പലപ്പോഴും ഇപ്പോൾ ഗ്രാമീണ മേഖല അതിൻ്റെ പേരിൽ ഒരുപാട് തൊഴിലുറപ്പ് പദ്ധതികൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന കുറേ അമ്മമാരുണ്ടാവുമല്ലോ. അവരൊക്കെ എങ്ങനെയാണ്, അവരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അവർ വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ BJPക്ക്? ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ 90% ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അതായത് ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാക്കും എന്ന രീതിയിലാണ് ഇടതുപക്ഷം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു മാറ്റം വരുന്ന രീതി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെല്ലാവരും BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ള സംശയമില്ല.